نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فيا أيها الإخوة المؤمنون أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها فأنى لهم إذا جاءتهم ذكراهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ബഹുമാനമുള്ള ആദരണീയരായിട്ടിക്കരെ നിൻ്റെ പിരിശത്തിരെ മുഅ്മിനുകളായ സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കരെ നമ്മുടെ സൃഷ്ടാവും നിയന്താവും അന്നദാതാവുമായിട്ടിക്കരെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകളും അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങളും നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി ശിരസ്സാവഹിച്ച് കാത്തു സൂക്ഷിച്ച് അവസാനം നിമിഷം വരെ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് അതേ അവസ്ഥയിലായി ഈ ലോകത്തോട് വിട പറയണകൂ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്നും പരിശ്രമിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളെല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ,
അള്ളാഹുവിൻ്റെ ദീനുക്കും ആ ദീനനുസരിച്ച് ജീവിക്കലങ്ങൾക്കും വളരെയേറെ പ്രയാസകരമായിട്ടിക്കരെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് നേരെ നടക്കരെ ആക്രമണങ്ങളും നരനായാട്ടുകളും വംശഹത്യകളും ഒക്കെ നാം വളരെ ഭയാനകമായ നിലക്ക്, വളരെ ഭീകരമായ നിലക്കാണ് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇസ്രയേലിലെ ജൂതന്മാർ യുദ്ധം തുടങ്ങി ഏകദേശം 28 ദിവസത്തോളമാണ് നീണ്ടുപോകുന്നത്. ഈ 28 ദിവസത്തിന് ഉൾക അവർ നടത്തിയ ബോംബാക്രമണത്തിലും കരയുദ്ധത്തിലുമെല്ലാം 10,000-ഓളം ആളുകൾ അവിടെ മരണപ്പെട്ട് കഴിഞ്ഞു. മനസ്സിലാക്കണം, ആ മരിക്കുന്നത് ആരാണ്? നമ്മുടെ സഹോദരങ്ങളായിട്ടിക്കറ്, നമ്മുടെ സഹോദരിമാരായിട്ടിക്കറാറ്, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മക്കൾ. പ്രിയമുള്ളവരെ, നാം അല്ലാഹുവോട് അവരിൽ മരിച്ചു പോയവർക്ക് രക്തസാക്ഷിത്വം കിട്ടുകൊടുക്കും. അതേപോലെ തന്നെ അവരിൽ ജീവിച്ച് ബാക്കിയുള്ളവർക്ക് എല്ലാവിധത്തിലുള്ള സമാധാനവും സംരക്ഷണവും അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരമായി ഉണ്ടാകുന്നതിനു വേണ്ടി വളരെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായ നിലക്ക് നാം ദുആയിരക്കണം. നിസ്കാരത്തിലും മറ്റുമെല്ലാം തന്നെ നാം പ്രാർത്ഥിക്കണം. അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതേപോലെ തന്നെ അവരെ ആക്രമിക്കുന്ന ആ ജൂത നരാധമന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാശവും പരാജയവും അവർക്ക് നൽകുമാറാകട്ടെ. ആ ഇസ്രയേൽ എന്ന് പറയുന്ന അക്രമ ജൂത രാഷ്ട്രത്തെ അല്ലാഹു തആല ഭൂപടത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സന്ദർഭത്തിൽ അവിടെ നടക്കരെ ആ നരഹത്യകളും അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാവരുത്. ഒരു രക്ഷകൻ, ഒരു മോചകൻ്റെ ഒരു വരവിനെ പ്രതീക്ഷിച്ചും കൊണ്ട് ഇമാം മഹ്ദി ഇട്ട് ചൊല്ലുറെ ഒരാൾ, ആ ആളുടെ വരവ് സമയമായി എന്നിങ്ങനെയുള്ള ചില സംസാരങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കറ്. ഫലസ്തീനിലെ ചെറിയ ചെറിയ പിഞ്ചുമക്കൾ ആ മഹ്ദി വരണു വേണ്ടി ഇമാം മഹ്ദിയെ പ്രതീക്ഷിച്ചും കൊണ്ട് അങ്ങോ ഗാനങ്ങൾ ആലപിക്കരുത്. നാം പലപ്പോഴും തന്നെ നമ്മുടെ സ്റ്റേറ്റസിൽ അറിയാണ്ട് ഇട്ടുപോകുന്നു, പ്രചരിപ്പിക്കുന്നു. സലാം യാ മഹ്ദി, സലാം യാ മഹ്ദി, യാ മഹ്ദി, യാ വഅദക സാദിഖ്, യാ സാദിഖൽ വഅദ് എന്നൊക്കെ പറഞ്ഞും കൊണ്ടിങ്ങനെ ഗാനം ആലപിക്കുന്നതുമെല്ലാം നാം കേൾക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ, എന്തിന് ഈ ഇമാം മഹ്ദി, പലർക്കും അതിനെപ്പറ്റി ശരിയായ നിലക്കുള്ള വിവരമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് ഇന്നത്തെ ഖുത്ബയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ ഒന്നുണ്ടോ ഇമാം മഹ്ദി എന്ന് പറഞ്ഞു? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ മഹ്ദിയുടെ വരവ് എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ്, ആ മഹ്ദിയുടെ അടയാളം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുണ്ട്. അപ്പം നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനം, മഹ്ദിയെ വരണുക്ക് വേണ്ടി മഹ്ദിയെ സ്വാഗതം ചെയ്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ആ ഗാനം, അത് നാം മനസ്സിലാക്കേണ്ടത് അത് യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ ഒരു അജണ്ടയാണ്. ഷിയാക്കളുടെ അജണ്ടയാണ്. അതുകൊണ്ട് ഷിയാക്കളാണ് അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഗാനം 1 വർഷം മുമ്പ് തന്നെ ഇറാനിലെ ഷിയാക്കൾ ഇങ്ങനെ ഒരു മഹ്ദിയുടെ വരവുക്ക് വേണ്ടി അങ്ങ് ആലപിച്ചതാണ്. അതാണിപ്പോൾ ഇവരിങ്ങനെ
പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്താണ്. ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട് മഹ്ദി ഉണ്ടോ, പ്രമാണം എന്തു പറയുന്നു എന്നതാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് മഹ്ദിയുടെ വിഷയത്തിൽ ഇന്ന് സമൂഹത്തിൽ 3 നിലപാടുകളാണ് ഇക്കുന്നത്. 3 നിലപാടാണ് മഹ്ദിയുടെ വിഷയത്തിലുള്ളത്. ഒന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്, അതായത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മഹ്ദിയുടെ വിഷയത്തിൽ എന്ത് നിലപാടാണ് അവർ സ്വീകരിക്കേണ്ടത്, എന്ത് നിലപാട് അവർ സ്വീകരിക്കുന്നു, അതാണ് ഒന്ന്. രണ്ടാമത്തത് മഹ്ദിയുമായി ബന്ധപ്പെട്ട് അഹ്ലു ഷിയാക്കൾക്കൊരു വിശ്വാസമുണ്ട്. അവരും അന്ത്യനാളിനോടടുത്ത് ഒരു മഹ്ദി അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതും ഒരു വിശ്വാസം, അവരുടെ വിശ്വാസവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതൊരു വിശ്വാസം ഇവിടെ ഉള്ളത്, അങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്ന ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലൂടെ ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെ ഒന്നില്ല, മഹ്ദിയുടെ ചൊന്തൊരു സംഗതിയേ ഇല്ല, അതെല്ലാം കെട്ടുകഥയാണ്, മായാവി കഥയാണ് എന്നൊക്കെ വഴിപഴിച്ചു പോയ കുറച്ച് ആളുകൾക്കുള്ള വിശ്വാസം. അതേപോലെ വേറെയും ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ 3 നിലപാടാണ് മഹ്ദിയുടെ വിഷയത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്താണ്, പ്രമാണങ്ങൾ എന്ത് പറയുന്നു. മഹ്ദിയുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് ഹദീസുകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. 100 കണക്കിന് ഹദീസുകൾ, ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 300ഓളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നാണ്. അതിൽ സ്വീകാര്യമായ ഹദീസ് സഹീഹായി വന്നത് പണ്ഡിതന്മാർ, മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ ഹദീസിനെ പരിശോധിച്ച് ഹദീസിനെ വിശകലനം ചെയ്തിട്ട് ഹദീസിന്റെ കല്ലും നെല്ലുമെല്ലാം തന്നെ വേറെ വേറെയാക്കിയിട്ട് സഹീഹാണ് എന്ന് സ്ഥിരപ്പെട്ട ഹദീസ്, അതാണ് നമുക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രമാണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രമാണം പറയുന്നത്? ഇമാം മഹ്ദി സലവാത്തുല്ലാഹി അലൈഹി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. ഏതുപോലെ നുസൂൽ ഈസ ഇബ്നു മറിയമിന്റെ മകനായ ഈസ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പ്രവചിച്ചതുപോലെ നമുക്കതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. ഈസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ജൂതന്മാരുടെ അവകാശവാദം ഞങ്ങൾ ഈസയെ കൊന്നു എന്നാണ്, കുരിശിൽ തറച്ചു കൊന്നു എന്നാണ് ജൂതന്മാരുടെ വിശ്വാസം. എന്നാൽ ഇസ്ലാമിലെ വിശ്വാസം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം, ഈസാ നബി അലൈഹിസ്സലാമിനെ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തആല ഈസ നബി അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു അദൃശ്യമായ ഒരു ലോകത്ത് മലക്കുകളുടെ ഇടയിലോ മറ്റോ അദ്ദേഹമുണ്ട്. ഖിയാമത്ത് നാള് സമാഗതമാകുമ്പോൾ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അയക്കും. അങ്ങനെ ഈസ നബി അലൈഹിസ്സലാം കുറച്ച് വർഷം ഇവിടെ ഭരണം നടത്തും. നല്ല നീതിപൂർവകമായ ഭരണമായിരിക്കും. അതേപോലെ തന്നെ ദജ്ജാലിനെ സംബന്ധിച്ചുള്ള വരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്, ദജ്ജാലിന്റെ പുറപ്പാടിനെ സംബന്ധിച്ചുള്ള ഹദീസുകളും. അതേപോലെ തന്നെയാണ് ളുഹൂർ ഇമാം മഹ്ദി സലവാത്തുല്ലാഹി അലൈഹിയുടെ പ്രത്യക്ഷപ്പെടലും ഇതേപോലെ തന്നെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നാം വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ്. ആരാണ് ഈ മഹ്ദി എന്ന് പറയുന്നത്? അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ്. റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ്.
ഈസാ നബി അലൈഹിസ്സലാം വരുന്നതിൻ്റെ അല്പം മുമ്പായിട്ട് മഹാനായ ഇമാം മഹ്ദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് പ്രത്യക്ഷപ്പെടും. അങ്ങനെ മുസ്ലിമീങ്ങളുടെ നായകനായി മുസ്ലിം ലോകം വല്ലാതെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അക്രമവും അനീതിയുമെല്ലാം തന്നെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലായിരിക്കും ഇങ്ങനെ ഒരു ഇമാം മഹ്ദി സലവാത്തുല്ലാഹി അലൈഹി ആ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഇമാമായിരിക്കും, അദ്ദേഹം മുസ്ലിമീങ്ങളുടെ നേതാവായിരിക്കും, നല്ല സാലിഹായ ഒരു മനുഷ്യനായിരിക്കും. അദ്ദേഹം ഇവിടെ ഒരു 7-8 വർഷം അദ്ദേഹം ഇവിടെ ഭരണം നടത്തും. 7-8 വർഷം അദ്ദേഹം ഇവിടെ ഭരണം നടത്തും. ആ ഭരണം വളരെ നല്ല ക്ഷേമപൂർണമായിട്ടുള്ള, രാജ്യത്ത് നല്ല ശാന്തിയും സമാധാനവും സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയുമെല്ലാമുള്ള മുസ്ലിമീങ്ങൾ വല്ലാതെ സന്തോഷത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇമാം മഹ്ദി സ്വല്ലല്ലാഹു അലൈഹിയുടെ ആ കാലഘട്ടമെന്ന് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കാം. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ മുഹദ്ദിസുകൾ എന്ന് പറയുമ്പോൾ മഹാനായ ഇമാം തുർമിദി റഹിമഹുല്ല, മഹാനായ ഇമാം ഇബ്നു മാജ, അതേപോലെ തന്നെ മഹാനായ ഇമാം ഹാക്കിം, ബസ്സാർ, നസായി, തബ്റാനി തുടങ്ങിയ മുഹദ്ദിസുകൾ അവരുടെ കിതാബുകളിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉദ്ധരിക്കുന്ന സഹാബത്താകട്ടെ പ്രഗത്ഭരായ സഹാബികളാണ്. മഹാനായ അലി ഇബ്നു അബീ താലിബിനെ പോലോത്ത, മഹാനായ അബൂ ഹുറൈറയെ പോലോത്ത, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ പോലോത്ത, അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലോത്ത, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില പത്നിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മു സൽമ, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹുമാ തുടങ്ങിയ സഹാബാക്കൾ ഉദ്ധരിക്കുന്ന ഹദീസുകളാണ്, സ്ഥിരപ്പെട്ട ഹദീസുകളാണ്. എന്നാൽ വേറെ ഒരുപാട് ലൈഫായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ലൈഫായ ഹദീസ് എന്ന് മാത്രമല്ല, അങ്ങേയറ്റം ദുർബലമായ വ്യാജ നിർമ്മതങ്ങളായ കള്ള ഹദീസുകളും വന്നിട്ടുണ്ട്. ഇമാം മഹ്ദിയുടെ വിഷയത്തിൽ നാം ഇവിടെ സ്ഥിരപ്പെട്ട മുഹദ്ദിസുകൾ സഹീഹാണെന്ന് പറഞ്ഞ ചില ഹദീസുകൾ മാത്രമാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. ഒന്നാമത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലൗലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമുൻ ലതവല അല്ലാഹു ദാലിക്കൽ യൗമ ഹത്താ യബ്അസ അല്ലാഹു ഫീഹി റജുലൻ മിൻ യൗമിൻ അഹ്ലി ബൈതി യുവാതിഉ ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മ അബീ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല എൻ്റെ കുടുംബ പരമ്പരയിൽ നിന്ന് ഒരാളെ നിയോഗിക്കാതിരിക്കുകയില്ല. എന്ത്? ഖിയാമത്ത് നാൾ അടുക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല എൻ്റെ കുടുംബ പരമ്പരയിൽ നിന്നിട്ട് ഒരാളെ നിയോഗിക്കും. ഒരു നായകനായി, ഒരു ഇമാമായി, ഒരു ഖലീഫയായി, ഒരു അമീറായി എൻ്റെ കുടുംബ പരമ്പരയിൽ നിന്നിട്ട് ഒരാളെ നിയോഗിക്കും. യുവാതിഉ ഇസ്മുഹു ഇസ്മി, അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ പേരിനോട് യോജിക്കും. വസ്മു അബീഹി ഇസ്മ അബീ, അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേര് ബാപ്പാൻ്റെ പേര് എൻ്റെ ബാപ്പാൻ്റെ പേര് പോലെയായിരിക്കും. അപ്പൊ എങ്ങനെ മനസ്സിലായി? അയാളുടെ പേരെന്തായിരിക്കും? റസൂലുള്ളാഹിന്റെ പേരെന്താണ്? മുഹമ്മദ് അല്ലെങ്കിൽ അഹ്മദ്. റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ പേര് അബ്ദുള്ള. അപ്പൊ ആ മഹദിയുടെ പേരെന്തായിരിക്കും? മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ, അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് എന്നായിരിക്കും. എന്നിട്ട് എന്തായിരിക്കും ഇവിടെ അദ്ദേഹം, ആ മഹാനായ നേതാവ് ഈ ഭൂമിയിലേക്ക് വന്നാൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? അതും റസൂലുള്ള പറഞ്ഞു, യംലഉൽ അർള ഖിസ്തം വഅദ്ലാ, ഇവിടെ നീതിയും ന്യായവും മാത്രമായിരിക്കും. ഇവിടെ ഇൻസാഫ് ഉണ്ടാകും, നീതിയുണ്ടാകും, ന്യായമുണ്ടാകും. കമാമുലിഅതു ദുൽമൻ വജൗറാ, ഇവിടെ അക്രമവും അരാജകത്വവും കൊടികുത്തി വാണിരുന്നത് പോലെ അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇവിടെ അക്രമമായിരിക്കും, അനീതിയായിരിക്കും. എവിടെ നോക്കിയാലും കൊള്ളയും കൊലപാതകവും ഫിത്തനകളുമായിരിക്കും. എന്നാൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ കുറഞ്ഞ കാലത്തുള്ള ഭരണം കൊണ്ട് ലോകത്ത് സമാധാനം കളിയാടും, ശാന്തി കളിയാടും, നീതിയായിരിക്കും, ന്യായമായിരിക്കും അവിടെ ഉണ്ടാവുക. യംലകു സബ്അ സിനീൻ, അദ്ദേഹം 7 വർഷം അല്ലെങ്കിൽ 8 വർഷം എന്ന് ചില റിപ്പോർട്ടിൽ കാണാം ഇവിടെ ഭരണം നടത്തും.
മനസ്സിലായില്ലേ? അപ്പം ഏകദേശം എന്ത് മനസ്സിലായി നമുക്ക്? ഖിയാമത്ത് നാളിൻ്റെ അടുത്തായിട്ടാണ് ഇമാം മഹ്ദി സ്വല്ലല്ലാഹി അലൈഹിയുടെ പ്രത്യക്ഷപ്പെടൽ. അദ്ദേഹത്തിൻ്റെ പേര് റസൂലുള്ളാഹിൻ്റെ പേര് പോലെ മുഹമ്മദ് എന്നായിരിക്കും. ഉപ്പാൻ്റെ പേര് അബ്ബാൻ്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളായിരിക്കും. അദ്ദേഹം ഇവിടെ ഭരണം നടത്തുമ്പോൾ നല്ല സമാധാനം, മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത ക്ഷേമവും സമാധാനവും ഐശ്വര്യവും എല്ലാം തന്നെ ഉണ്ടാകും. ഇനി അദ്ദേഹത്തിന്റെ ശാരീരികമായ ചില പ്രത്യേകത, ശാരീരികമായ അദ്ദേഹം എങ്ങനെയായിരിക്കും അതും റസൂൽ പറഞ്ഞു. അൽ മഹ്ദിയു മിന്നി അജ്ലൽ ജബ്ഹ അഖ്നൽ അൻഫ. അൽ മഹ്ദിയു മിന്നി, മഹ്ദി എൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ്. അജ്ലൽ ജബ്ഹ, അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടം വിശാലമാണ്, വിശാലമായ നെറ്റിത്തടമുള്ള ആളാണ്. അഖ്നൽ അൻഫി, മൂക്ക് മൂർത്ത് അല്പം വളഞ്ഞ മൂക്കാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖം വിശാലമാണ്. നല്ല തെളിച്ചവും വെളിച്ചവുമുള്ള, കാണാൻ നല്ല സുന്ദരമായ സൗന്ദര്യമുള്ള മുഖം, അതേപോലെ പൗരുഷമുള്ള ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെ മുഖം. 7 വർഷം അദ്ദേഹം ലോകത്ത് ഭരണം നടത്തുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? അതും അല്ലാഹുവിന്റെ റസൂൽ ചൊന്തത്ത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തത്ത് ഈ ലോകത്ത് ഐശ്വര്യമുണ്ടാകും, സമൃദ്ധിയുണ്ടാകും, സമാധാനമുണ്ടാകും, സാമ്പത്തികമായ പുരോഗതി, എവിടെ നോക്കിയാലും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും. ആ നിലക്കുള്ള നല്ല ഒരു ഭരണമായിരിക്കും. ആ നല്ല മനുഷ്യനായ ഇമാം മഹ്ദി ഇവിടെ ഭരണം നടത്തുക, ആഡളിത്ത് നടത്തുക. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്റുജു ഫി ആഖിരി ഉമ്മത്തി അൽ മഹ്ദിയൂ. ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മഹ്ദി പുറപ്പെടും. അന്ന് ആവശ്യത്തിന് ധാരാളം മഴയുണ്ടാകും, മഴ ധാരാളം ആവശ്യത്തിനുണ്ടാകും. ആ മഴ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവൂല. പിന്നെ അന്ന് ഭൂമിയിൽ ധാരാളം സസ്യങ്ങൾ ഉണ്ടാകും, ചെടികൾ ഉണ്ടാകും, ധാരാളം പൈതാവാറുകൾ, ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് ഇവിടെ ഉണ്ടാകും. പിന്നെ ജനങ്ങൾക്ക്, സാധുക്കൾക്ക്, പാവങ്ങൾക്ക് അദ്ദേഹം പണം, സമ്പത്ത് ഇങ്ങനെ വാരിക്കോരിക്കൊടുക്കും. ഹദീസിലാണ് പറയുന്നത്, ധാരാളം സാധുക്കൾക്കും പാവങ്ങൾക്കും അദ്ദേഹം പണം എണ്ണി കണക്കാക്കൂല, അങ്ങനെ പണം അദ്ദേഹം വാരിക്കോരി കൊടുക്കും. കന്നുകാലികൾ, ജാനുവാറുകൾ ഇവിടെ ധാരാളം ഉണ്ടാകും. ഈ ഉമ്മത്ത്, ഈ മുസ്ലിം ഉമ്മത്തിന്റെ കാര്യം വളരെ അന്തസ്സുണ്ടാകും, നല്ല മഹത്തരമായിരിക്കും. ഈ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ ഇന്നെന്താണ്? ഇന്ന് ഇസ്ലാമോഫോബിയാണ്. ഇന്ന് ഇസ്ലാമിനെ, മുസ്ലിമുകളൊക്കെ ജനങ്ങളുടെ വളരെ മോശമായിട്ടാണ് കാണുന്നത്, അല്ലേ? എന്തെങ്കിലും മുസ്ലിമുകളുടെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ അതിങ്ങനെ സോഷ്യൽ മീഡിയകളിൽ വലിയ വാർത്തകളായി മാറുന്നു. മറ്റുള്ള സമുദായത്തിൽ ആരെങ്കിലും ചെയ്താലോ ഒന്നും സംഭവിക്കുന്നില്ല. ഈ നിലക്കാണ് ഇന്ന് മുസ്ലിമുകളുടെ അവസ്ഥ. എന്നാൽ ഇമാം മഹ്ദിയുടെ പുറപ്പാടിന്റെ സന്ദർഭം, അതേ ഈസാ നബി അലൈഹി ഇസ്ലാമൊക്കെ അതിന്റെ ശേഷം വരുന്നുണ്ട്. ആ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് നല്ല അന്തസ്സുണ്ടാകും, മുസ്ലിമീങ്ങളുടെ കാര്യം വലിയ മഹത്തരമാകും. അദ്ദേഹം 7-8 വർഷം ഇവിടെ അദ്ദേഹം ജീവിക്കും. എന്ന് വെച്ചാൽ 7-8 വർഷം അദ്ദേഹം ഭരണം നടത്തും. ഇത് ഞാനിപ്പോൾ നിങ്ങളെ വിവരിച്ചത് മഹാരഥന്മാരായ മുഹദ്ദിസുകൾ സഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയ മഹാനായ നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസു സ്വഹീഹയിൽ ഇത് സഹീഹാണ് എന്ന് വിശദീകരിച്ചതായിരിക്കുന്ന ഹദീസുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. പിടിയായില്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഇതാണ്, ഇങ്ങനെയായിരിക്കണം. ഇനി ഷിയാക്കൾക്ക് ഒരു മഹദിയുണ്ട്. ഷിയാക്കൾ, ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഷിയാക്കളാണ്. ഷിയാക്കൾക്കും ഒരു മഹദിയുണ്ട്. ഷിയാക്കളുടെ മഹദി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഏത് മഹദിയാണ്? അവരുടെ മഹദിക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മഹദിയുമായി യാതൊരു ബന്ധവുമില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പരിചയപ്പെടുത്തുന്ന ആ മഹദിയാണ് ഷിയാക്കളുടെ മഹദി എന്നാരും തെറ്റിദ്ധരിച്ചു പോകരുത്. അവരുടെ മഹദി ഏതാണ്? അതും കൂടി നാം മനസ്സിലാക്കണം. അവരും ഒരു മഹദിയെ പ്രതീക്ഷിക്കുന്നുണ്ട്.
ഖിയാമത്ത് നാൾ അടുത്താകുമ്പോൾ ഒരു മഹദി ഉണ്ടാകുമെന്ന് ഷിയാക്കളും പറയുന്നുണ്ട്. പക്ഷേ ഏത് മഹദിയാണ്? എന്താണ് അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ? അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ ഇമാമിയത്താണ്. നല്ല പോലെ മനസ്സിലാക്കണം, ഇത് ഇമാമിയത്താണ് എന്ന് പറഞ്ഞാൽ 12 ഇമാമുകളിലാണ് അവർ വിശ്വസിക്കുന്നത്. അതവരുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. ഏതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ ഏതാണ്? തൗഹീദാണ്, അല്ലേ? നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ തൗഹീദാണ്. എന്നാൽ ശിയാക്കളുടെ വിശ്വാസത്തിന്റെ അടിത്തറ തൗഹീദല്ല, ഇമാമിയത്താണ്. 12 ഇമാമുകളിൽ വിശ്വസിച്ചില്ല എങ്കിൽ അവൻ ശീഇയല്ല എന്നതാണ് അവരുടെ വാദം. 12 ഇമാമുകൾ, മനസ്സിലായില്ലേ? ഇസ്നാശരിയ എന്ന് പറയും അവര്. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നും പോകുന്നില്ല, നമ്മുടെ സമയം പരിമിതമാണല്ലോ. അപ്പോൾ ഇവർക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ ഖുമൈനി, ഇറാനിലൊക്കെ ഖുമൈനിയുടെ നാടിലൊക്കെ ഈ ഇസ്നാശരിയയുടെ വിശ്വാസമാണ് 12 ഇമാമുകൾ. ആ 12 ഇമാമുകളിൽ ആദ്യത്തെ ആളാരാണ്? മഹാനായ അലി റളിയല്ലാഹു അൻഹു. അവരുടെ വിശ്വാസമാണ്. കാരണം അവരുടെ ഇമാമികൾ എന്ന് വെച്ചാൽ അവർ അമ്പിയാക്കന്മാരെ പോലെ അതിനേക്കാളും വലിയ സ്ഥാനമാണ് അവർ നൽകുന്നത്. അത് പിന്നൊരു വിഷയമാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്ന് 12ാമത്തെ അവരുടെ ഇമാം, അത് ഇമാം മഹ്ദി. ഇതാണ് ആ ഇമാം മഹ്ദി. ഇപ്പോഴും ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ ഹിജ്റ 255 മനസ്സിലാക്കണം. ഇപ്പോ ഹിജ്റ 255 ഇങ്ങനെ മുഹമ്മദ് ഇബ്നു ഹസൻ അൽ അസ്കരി എന്ന ഒരാൾ ജനിച്ചു. അതാണ് അവരുടെ 12ാമത്തെ മഹ്ദി, 12ാമത്തെ ഇമാം. അവരുടെ മഹ്ദി വന്നു കഴിഞ്ഞതാണ്. പക്ഷേ അല്ലാഹു തആല മഹ്ദിനെ ഒളിപ്പിച്ചു വെച്ചു എന്നതാണ് അവരുടെ വിശ്വാസം. ഇറാഖിലെ സമറ എന്ന പ്രദേശത്തുള്ള ഒരു ഗുഹയിൽ അവരുടെ ഇമാമിനെ അല്ലാഹു തആല അപ്രത്യക്ഷമാക്കി. ഇതവരുടെ വിശ്വാസമാണ്. അതുകൊണ്ട് ആ ഗുഹന്റെ അടുക്കലേക്ക് പോയിട്ട് അവർ ചിലപ്പോൾ പറയും, അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ഇവർ പറയും, യാ മൗലാനാ യാ ഇമാമനാ ഉഖ്റുജ് ഉഖ്റുജ് യാ ഇമാമനാ ഉഖ്റുജ് യാ മൗലാനാ, നമ്മുടെ ഇമാമേ മഹ്ദിയെ പുറത്തു വാ, ഞങ്ങൾ പ്രതിസന്ധിയിലാണ്, കഷ്ടത്തിലാണ്. അതാണ് പലസ്തീനിലെ മക്കൾ പാടിക്കൊണ്ടിരിക്കുന്നത്. സലാം യാ മഹ്ദി, സലാം യാ മഹ്ദി, യാ വഅദക സ്വാദിഖ്, യാ സാദിഖൽ വഅദ്, യാ മഹ്ദി എന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് പാടുന്നതാണ്. അപ്പോ ഈ 12ാമത്തെ ഇമാം, എന്താണ് ഈ ഇമാമിന്റെ പ്രത്യേകത? അതും കൂടി അല്പം ഞാൻ വിശദീകരിക്കുകയാണ്. ഈ 12ാമത്തെ ഇമാം പ്രത്യക്ഷപ്പെട്ടാൽ എന്താണ് ചെയ്യുക? അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇമാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെട്ടാൽ എന്താണ് ഉണ്ടാകുന്നത് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവിടെ നീതിയുണ്ടാകും, ന്യായമുണ്ടാകും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും, മുസ്ലിമീങ്ങളുടെ കാര്യം വളരെ മഹത്തരമാകും. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയ ഇമാം മഹ്ദി വന്നാൽ ഉണ്ടാവുക. ഷിയാക്കളുടെ മഹ്ദി വന്നാൽ ഇവിടെ എന്തായിരിക്കും? ലോകം കുട്ടിച്ചോറാകും. ഷിയാക്കളുടെ മഹ്ദി ഇമാമിയത്തിലുള്ള വിശ്വാസമാണ് അവരുടെ. 12ാമത്തെ മഹ്ദി അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ മഹ്ദി എന്താണ് ആദ്യം ചെയ്യുന്നത്? നേരെ മദീനത്തേക്ക് പോകും. നല്ല പോലെ മനസ്സിലാക്കണം. നേരെ മദീനത്തേക്ക് പോകും. മദീനത്തേക്ക് പോയിട്ട് അവിടെ റസൂലുള്ളാഹിന്റെ ഓരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന 2 പ്രഗൽഭരായ സഹാബത്തുണ്ടല്ലോ. ലോക മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന 2 സഹാബത്തുണ്ടല്ലോ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഖബറിൽ നിന്നിട്ട് അവർ മാന്തിയെടുക്കും. ഈ മഹ്ദി ഖബറിൽ നിന്നിട്ട് ഇങ്ങനെ മാന്തി എടുത്തിട്ട് അള്ളാന്റെ അനുവാദ പ്രകാരം ആ 2 പേർക്കും ജീവൻ നൽകും. അബൂബക്കറിനും ഉമറിനും അള്ളാന്റെ അനുവാദ പ്രകാരം ജീവൻ നൽകി ജനങ്ങളുടെ ഇടയിൽ വിചാരണ നടത്തും. നോക്ക്, ഈ 2 മനുഷ്യന്മാർ ദുനിയാവിൽ കാട്ടിക്കൂട്ടിയ കുറ്റകൃത്യങ്ങൾ അത്ര വലുതാണ്. ഒരുപാട് വിശ്വാസമുണ്ട് ഇവർക്കൊക്കെ. അലി റളിയല്ലാഹു അൻഹു ഖലീഫയാകേണ്ടത് അബൂബക്കറൊക്കെ പറ്റിയെടുത്തതാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ വിചാരണ ചെയ്തിട്ട് എന്നിട്ട് ഇവർ ശിക്ഷ നടപ്പാക്കും. അബൂബക്കറിനും ഉമറിനും. ആര്? ഈ ഇമാം മഹ്ദി. മനസ്സിലാക്കണം, ഷിയാക്കളുടെ ഇമാം മഹ്ദി. എന്താണ് ഇവർ നടപ്പിലാക്കുന്ന ശിക്ഷ എന്നറിയാമോ? ഒരു മരത്തിലേക്ക് 2 പേരെയും ഇങ്ങനെ കെട്ടിയിട്ട് തറക്കും. അവരെ തറച്ച് കൊന്നിട്ട് അവരെ കത്തിച്ച് കളയും. സുബ്ഹാനല്ലാഹ്, മആദല്ലാഹ്, നഊദു ബില്ലാഹ്. മനസ്സിലാക്കണം നമ്മൾ. ഇതാണ് ഷിയാക്കളുടെ മഹ്ദി ഇവിടെ പ്രത്യക്ഷപ്പെട്ടാൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? മുസ്ലിം ലോകം തന്നെ കുട്ടിച്ചോറായി പോകുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. പള്ളികൾ തകർക്കും, മസ്ജിദുൽ ഹറാം തകർക്കും, കഅബാനെ തകർക്കും എന്നൊക്കെയുണ്ട്.
പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ് ഇവരുടെ മഹദി. ഈ മഹദിയാണ് ഇവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് സ്ഥിരപ്പെട്ടു വന്ന ഹദീസ്, അവസാന കാലഘട്ടത്തിൽ ളുഹൂർ ഇമാം മഹദി ഉണ്ടാകുമെന്ന ഹദീസിന്റെ മറ പിടിച്ചിട്ട് ഒരുപാട് കള്ള മഹദിമാർ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. കള്ള മഹദിമാർ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട് ഒരുപാട്. പിടിയായിട്ടല്ലേ? മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി വാദിച്ചു. ഗുർദാസ്പൂർ, പഞ്ചാബിലെ ഗുർദാസ്പൂർ ജില്ലയിലെ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി, ഖാദിയാനികളുടെ നേതാവ് വാദിച്ചു ഞാൻ മഹ്ദിയാണ് എന്ന്. ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലൊക്കെ കാണാം ബഹായികൾ ബഹാവുള്ള, അവരുടെ നേതാവ് ബഹാവുള്ള വാദിച്ചു ഞാൻ മഹ്ദിയാണെന്ന് പറഞ്ഞിട്ട്. ഈ അടുത്ത കാലത്ത് ഏകദേശം ഒരു 45 കൊല്ലം മുമ്പ്, ഹിജറ 1400, മനസ്സിലാക്കണം, 1400 ഹിജറ, ഇപ്പത്ര 1445. ഈ 45 വർഷം മുമ്പ് പരിശുദ്ധ ഹറം, മക്കയിലെ പരിശുദ്ധ ഹറമിലേക്ക് ഒരു ആതങ്കവാദി, ഒരു തീവ്രവാദി കടന്നു ചെന്നു. അവന്റെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. മനസ്സിലാക്കണം, ചിലപ്പോൾ അതൊക്കെ ഓർമ്മയുള്ളവരുണ്ടാകും. ഞാനൊക്കെ അപ്പൊ ചെറുതാണ്, 10-15 വയസ്സ് പ്രായമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയാകുന്നു. അന്ന് 1400 ഹിജറ 1400 കഅബാലയത്തിലേക്ക് കുറച്ച് തീവ്രവാദികൾ കടന്നു. എന്നിട്ട് മയ്യത്ത് കട്ടിലിന്റെ ഉള്ളിൽ ആയുധങ്ങൾ കയറ്റി, മയ്യത്താണെന്ന് വിചാരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ആയുധങ്ങളൊക്കെ അവർ മുമ്പേ കയറ്റി. എന്നിട്ട് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആതങ്കവാദിയുടെ നേതാവ് ജുഹൈമാൻ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ എണിച്ചു നിന്നിട്ട് പറഞ്ഞു അനൽ മഹ്ദി, ഞാനാണ് മഹ്ദി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മഹ്ദി ഞാനാണ്, എല്ലാവരും എനിക്ക് ബൈഅത്ത് ചെയ്യണം. മൈക്കനെ ലൗഡ് സ്പീക്കറിനെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷെ അവിടുത്തെ ഭരണാധികാരികൾ, സൗദി ഭരണാധികാരികൾ, നിയമപാലകർ വളരെ തന്ത്രമായ നിലക്ക് അവരെ കീഴ്പ്പെടുത്തി. കാരണം ഹറമാണല്ലോ, അവിടെ യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ, ആക്രമണം പാടില്ലല്ലോ, പരിശുദ്ധ ഹറമല്ലേ. അങ്ങനെ ദിവസങ്ങളോളം അവർ കുഴപ്പമുണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ, ഇവിടെ നാം ശരിക്കും കല്ലും നെല്ലും വേർതിരിച്ചറിയണം. ഇങ്ങനെ ഒരുപാട് കള്ളമഹദിമാർ വന്നിട്ടുണ്ട് എന്നതിന്റെ പേരിൽ മഹദി ഇല്ല എന്ന് നിഷേധിക്കാൻ ഒരിക്കലും നമുക്ക് പാടില്ല, സാധ്യമല്ല. കാരണം സ്ഥിരപ്പെട്ട ധാരാളം ഹദീസ് വന്നിട്ടുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവിന് മുമ്പായിട്ട് ഇമാം മഹദി പ്രത്യക്ഷപ്പെടുമെന്ന്. മനസ്സിലായില്ലേ? ഇതാണ് മഹദിയുമായി നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതേപോലെ തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസധാരൻ തെറ്റിപ്പോകാതെ അതിലടിയുറച്ച് വിശ്വസിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഇമാമിനാ വഖുദ്വതിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വഅസ്ഹാബിഹി ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പോൾ ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ കൃത്യമായ അറിവും ധാരണയും നമുക്കുണ്ടായിരിക്കണം. മഹദി എന്നത് അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വരവിന് മുമ്പായിട്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടും. ആ നിലക്ക് അത് ഒറ്റ രാത്രിയിൽ തന്നെ അല്ലാഹു തആല ആ മനുഷ്യന്, ആ നല്ല സാലിഹായ മനുഷ്യന്, ആ നേതാവാകാൻ പോകുന്ന ആൾക്ക് വേണ്ടുന്ന എല്ലാ അറിവും ജ്ഞാനവും പക്വതയും പാകതയും എല്ലാം അല്ലാഹു തആല ഒറ്റ രാത്രി കൊണ്ട് നൽകി അല്ലാഹു അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുത്തും എന്നാണ് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വരവിന് മുമ്പാണ് അദ്ദേഹം ഇവിടെ ഭരണം നടത്തുന്നത്. ദജ്ജാലിൻ്റെ പുറപ്പാട് ആ സമയത്തായിരിക്കും. ദജ്ജാൽ എന്ന് വെച്ചാൽ ആരാണ്? മനുഷ്യനാണ്. ഈ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട വേറെ ഏതോ ഒരു വർഗം അല്ല. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. മനസ്സിലായില്ലേ? അല്ലാഹു തആല ഒരു പരീക്ഷണമായിട്ടാണ്, അതൊരു പരീക്ഷണമായിട്ടാണ് അല്ലാഹു ഇറക്കുന്നത്. കല്ലും നെല്ലും വേർതിരിയാൻ ശരിയായ ഈമാനുള്ള മുവഹിദുകൾ ആരാണ്?
ശരിയായ വിശ്വാസം ഉറക്കാത്തവർ ആരാണ് എന്ന് വേർതിരിയുന്നുണ്ട്. അത്ര വലിയ പരീക്ഷണമാണ്. മനുഷ്യന്റെ ബുദ്ധി തന്നെ പരിഭ്രമിച്ചു പോകും. ആ നിലക്കുള്ള അസാധാരണമായ കഴിവുകളൊക്കെ അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറഞ്ഞ കാലത്തേക്ക് മാത്രം. അതൊരു പരീക്ഷണമാണ്. ദുനിയാവ് തന്നെ ഒരു പരീക്ഷണമാണല്ലോ. ആ പരീക്ഷണങ്ങളിൽ വലിയ ഒരു പരീക്ഷണം. അതുകൊണ്ടാണ് അത്തഹിയാത്തിന്റെ അവസാനത്തിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ, അവന്റെ ശർറിൽ നിന്ന്, ഫിത്നയിൽ നിന്ന് കാവലിനെ തേടാൻ അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. ഒമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി ഒമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അത്ര വലിയ ഫിത്നയാണ് ആ മനുഷ്യൻ്റെത്. ഒരുപാട് അസാധാരണമായ സംഭവങ്ങളൊക്കെ അവൻ പ്രകടിപ്പിക്കുമെന്നാണ്. ജൂതന്മാർ അവന്റെ പിന്നിലുണ്ടാകും. കാരണം ഇവൻ ജൂതനായിരിക്കും. അത് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഈ മനുഷ്യൻ ദജ്ജാൽ ജൂതനായിരിക്കും. 70,000 ജൂതന്മാർ അവന്റെ പിന്നിലുണ്ടാകും. ജൂതന്മാരുടെ നേതാവ്. ജൂതന്മാർ വല്ലാതെ സന്തോഷിക്കും. കാരണം അത്ര വലിയ അസാധാരണമായ മാജിക്കാണ് അവൻ കാണിക്കുന്നത്. വലിയ വലിയ മാജിക്, ചെറിയ മാജിക് ഒന്നുമല്ല. നമ്മളൊക്കെ കേട്ടിട്ടുള്ള PC സർക്കാരും മുതുകാടും അതൊന്നുമല്ല. വലിയ വലിയ മാജിക്കുകളാണ്. സ്റ്റേജുകളിലൊക്കെ കയറിയിട്ടവൻ പറയും, ആൾക്കാരെ നോക്കും, ആകാശത്തേക്ക് നോക്കിയിട്ടവൻ പറയും മഴ വർഷിപ്പിക്കുകയെന്ന്. മഴ താഴ്ന്ന് മേലോട്ട് നോക്കിയിട്ട് പറയും, അപ്പം അതാ മഴ വരുന്നു. മനസ്സിലായില്ലേ? ഇത് മായാബിക്കത്ത് ഹജ്ജിക്കത്തൊന്നും പറയുന്നതല്ല, സഹിഹായ ഹദീസിൽ വന്നതാണ്. ഹദീസ് കേൾപ്പിക്കാൻ ഇപ്പൊ സമയമില്ല. പിടിയത്തല്ലേ? ഭൂമിയിലേക്ക് നോക്കി, നല്ല സിമെന്റ് ഇട്ട, നല്ല ഇന്റർലോക്ക് ഇട്ട ഭൂമിയിലേക്ക് നോക്കിയിട്ട് പറയും പുല്ലുണ്ടാക്, ചെടി മുളപ്പിക്ക്. അപ്പൊ അതാ ചെടി ഇങ്ങനെ പൊങ്ങി വരുന്നു. ഭൂമിയിലേക്ക് നോക്കിയിട്ട് പറയും, ഭൂമിയെ നിന്റെ ഉള്ളിലുള്ള ബംഗാറും വെള്ളിയും എന്തെല്ലാം ഉണ്ടോ പുറത്തേക്ക് എടുക്ക്. അപ്പൊ അതാ ബംഗാറും വെള്ളിയും ഹദീസിൽ കാണാം, തേനീച്ച റാണിയുടെ പിന്നാലെ പോലെ ഓന്റെ പിറകെ അതാ പൊന്നും ബംഗാറും വെള്ളിയും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ജനങ്ങൾ ഹൈറാനത്തായി പോകും. മുമ്പിലുള്ള ആളെ കൊണ്ടുവന്നിട്ട് കടാര എടുത്തിട്ട് 2 കഷ്ടമാക്കിയതിന് ശേഷം രണ്ടാമത് ജീവിപ്പിക്കും അവൻ. അതേ സമയത്ത് അതേ സ്പോട്ടിൽ വെച്ച് തന്നെ. എന്നിട്ട് അവൻ ആളുകളോട് പറയും, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ആരാണ് എന്ന്. ഞാൻ അല്ലാഹുവാണ്. കുറെ ആളുകൾ അവന്റെ പിന്നാലെ പോകും. ഇപ്പതാണല്ലോ ദുനിയാവിൽ നമ്മൾ കാണുന്നതല്ലേ കള്ളക്കറാമത്ത്. പച്ചഭ്രാന്തനായ ഒരു മനുഷ്യനെ കുഴിച്ചുമൂടി കാലിക്കറ്റിൽ, എന്നിട്ട് കുഴിച്ചുമൂടിയിട്ട് ഇപ്പൊ വലിയുള്ളാഹി ലോകം നിയന്ത്രിക്കുന്ന CM മടവൂർ എന്ന് പറയുന്ന ആളുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഈ ദജ്ജാലൊക്കെ ഇങ്ങനെയുള്ള ഈ മാജിക്കെല്ലാം കാണിക്കുമ്പോൾ ഓന്റെ പിന്നാലെ ഉണ്ടാകും. കുറെ പെണ്ണുങ്ങളും ഉണ്ടാകും, കുറെ സ്ത്രീകളും ഉണ്ടാകും. പക്ഷേ മുഅ്മിനായ മുവഹിദായ മനുഷ്യൻ അവന്റെ മുഖം നോക്കി പറയും, അൻതൽ കാഫിർ, നീ കാഫിറാണ്, നീ മസീഹുദ് ദജ്ജാലാണ്. മുവഹിദായ ശരിയായ തൗഹീദ് ഉൾക്കൊള്ള ആൾ പറയും. ആ സമയത്ത് എന്താക്കും? ആ തൗഹീദ് ഉൾക്കൊണ്ട മുഅ്മിനായ മനുഷ്യനെ കൊണ്ടുവരും. കടാര കൊണ്ടവൻ കഷ്ടാക്കി രണ്ടാമത് ജീവിപ്പിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, ഇപ്പൊ നീ അംഗീകരിക്കുന്നോ ഞാൻ റബ്ബാണ് എന്ന്? അപ്പൊ മുഅ്മിനായ മനുഷ്യൻ പറയും, ഇപ്പൊ എനിക്ക് ശരിക്കും ഉറപ്പായി നീ മസീഹുദ് ദജ്ജാൽ തന്നെയാണ്. മുഅ്മിനായ മനുഷ്യൻ പറയും. ഇതൊക്കെ ഹദീസിൽ വന്ന കാര്യമാണ്. അപ്പൊ ഓന്റെ നരകത്തിലേക്ക് പോയിടുന്നാണ് റസൂലുള്ളാഹി പറയുന്നവന്റെ കയ്യിൽ സ്വർഗമുണ്ടാകും, നരകമുണ്ടാകും. അവന്റെ നരകത്തിലേക്ക് ഇടും. പക്ഷേ അവന്റെ നരകം സ്വർഗമായിരിക്കും. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് തീയിലിട്ടതുപോലെയായിരിക്കും. അത്രക്കും നല്ല തണുപ്പും കുളിരുമായിരിക്കും. അങ്ങനെ വല്ലാതെ ഫിത്നയിലാകുന്ന സന്ദർഭത്തിലാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. ആകാശത്തിൽ നിന്നിട്ട് ഇറങ്ങി വരുന്ന രൂപവും ഹദീസിൽ കാണാം. യബഅസുല്ലാഹു ഈസാ ഇബ്നു മർയമ ഫയൻസിലു ഇലൽ അർളി ഇൻദ മനാറത്തിൽ ബൈദാ. ഡമാസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള മനാറ, വെളുത്ത മിനാരത്ത്, അവിടെ ഒരു പള്ളിയുണ്ട് വലിയ. ആ പള്ളിയുടെ അടുക്കലാണ് ഇറങ്ങുന്നത്. എങ്ങനെ? വാദിഅൻ കഫൈഹി അലാ ജിനിഹത്തി മലക്കൈൻ. 2 മലക്കുകളുടെ ചിറകിൽ തോളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ആ മലക്കുകളിലൂടെ ഇങ്ങനെ ആകാശത്തിലൂടെ ഇറങ്ങി വന്ന് ആ പള്ളിയിലേക്ക് ഇറങ്ങി വരും. ഹദീസിൽ കാണാം, അദ്ദേഹത്തിന്റെ മുഖത്തിനും ശരീരത്തിനുമെല്ലാം ഉളുവെടുത്ത തുഷാരങ്ങൾ, വെള്ളത്തിന്റെ ഡ്രോപ്സുകൾ കാണാം ഉളുവെടുത്തതുപോലെ. എന്നിട്ട് ആ പള്ളിയിൽ ആ സമയത്ത് ഇമാം മഹ്ദി ആയിരിക്കും. അവിടുത്തെ ഇമാം, ആ പള്ളിയുടെ ഇമാം മഹ്ദി ആയിരിക്കും. അപ്പൊ അവർക്ക് വാർത്ത കിട്ടുന്നത് ഈസാ നബി വന്ന് ഖിയാമത്ത് അടുത്ത് വരുന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആളുകൾ എന്താക്കും? ഈസാ നബി നേരെ പള്ളിന്റെ അകത്തേക്ക് വരും. അപ്പൊ ഇമാം ഇക്കാമത്തൊക്കെ കൊടുത്തിട്ടുണ്ടാകും. വാങ്ങ് കൊടുത്ത് ഇക്കാമത്തൊക്കെ കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും ഈസാ നബി ഇങ്ങനെ കടന്നു വരുന്നത്. കടന്നു വരുമ്പോൾ ഇമാം മഹ്ദി കുറച്ച് മാറി നിൽക്കും. കാരണം നബിയാണല്ലോ, ഈസാ നബിയാണല്ലോ വരുന്നത്. ഈസാ നബിയോട് പറയും, ഇമാമത്ത് നിൽക്കുകയും
സുബഹിക്ക് ഇമാമത്ത് നിൽക്കാൻ ഈസ നബിയോട് ആവശ്യപ്പെടും. അപ്പോൾ ഈസ നബി പറയും, ഇഖാമത്ത് കൊടുത്തത് നിങ്ങളുടെ സാന്നിധ്യത്തിലാണല്ലോ, അപ്പോൾ നിങ്ങളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അങ്ങനെ ഇമാം മഹ്ദിയാണ് ഇമാമത്ത് നിൽക്കുന്നത്. ആ ഇമാം മഹ്ദിയുടെ പിന്നിൽ മഹാനായ ഈസ നബി അലൈഹിസ്സലാം സുബഹി നമസ്കാരം നിർവഹിക്കും. സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇമാം മഹ്ദിയും ഈസയും ഒരുപാട് മുഅ്മിനുകൾ, മുവഹിദുകളായ മുഅ്മിനുകൾ പുറത്തേക്ക് ഇറങ്ങും ദജ്ജാലിനെ തേടിയും കൊണ്ട്. അങ്ങനെ ദജ്ജാലിനെ തേടിയിട്ട് അവരിങ്ങനെ പുറപ്പെടുമ്പോ ഫലസ്തീനിലെ ബാബുലുദ്ദിൽ വെച്ചിട്ട് ദജ്ജാലിനെ കണ്ടുമുട്ടുന്നു. ദജ്ജാലിനെ കണ്ടുമുട്ടുമ്പോ ഈസ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കണ്ടുമുട്ടുമ്പോ ആ ദജ്ജാല് തണ്ണിയിൽ വെള്ളത്തിൽ ഉപ്പ് ഉരുകിற പോലെ ഉരുകി 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 ചെറുതാകുന്നു. നോക്കണം, മാജിക് എവിടെ പോയി? മാജിക് പോയി. ഈസാ നബിയെ കാണുമ്പോ ഈസാ നബിയെ നോക്കണം, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, ഫിത്നയാണ്. അങ്ങനെ തണ്ണിയിൽ ഉപ്പുരുകിற പോലെ ആ ദജ്ജാൽ ഈസ നബിയെ കാണുമ്പോൾ ഉരുകുന്നു. മഹാനായ ഈസ നബി അലൈഹിസ്സലാം ദജ്ജാലുമായി ഒരു പോരാട്ടം ഉണ്ടാകുന്നു. ദജ്ജാലിനെ കൊന്നുകളയുന്നു. ദജ്ജാലിന്റെ കാര്യം അവസാനിച്ചു. അതോടുകൂടി ജൂതന്മാർ അങ്ങേയും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. കാരണം അവരുടെ നേതാവ് പോയല്ലോ. മുമ്പ് അവർക്ക് വലിയ ആഹ്ലാദം നേതാവുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നു. ആ സമയത്ത് മുസ്ലിമീങ്ങൾ അവരെ കൊല ചെയ്യും, ഓരോ ജൂതനെയും. അത് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ ആ ഹദീസ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളവുമായി ഉണ്ടാകുന്ന കാര്യമാണ്. ഇതൊക്കെ കുറേ വിശദീകരിച്ച് പറയേണ്ടതാണ്. ഇപ്പോൾ സമയമില്ല. ഇൻഷാ അല്ലാഹ് സന്ദർഭം വരുമ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഈ ഖിയാമത്ത് നാളിൻ്റെ അടയാളവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ സ്ഥിതിഗതികൾ അള്ളാഹു തആല നന്നാക്കി തീർക്കുമാറാകട്ടെ. ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും രക്ഷിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് വെള്ളിയാഴ്ച പള്ളിയുടെ കലക്ഷനാണ്. അത് പ്രത്യേകമായി അറിയിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ളത് ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. രണ്ടാമത്, നാളെ ശനിയാഴ്ച സ്ത്രീകൾക്കുള്ള ദഅവാ ക്ലാസ് ഉണ്ട്. എല്ലാ സ്ത്രീകളും അതിൽ ഭാഗവാക്കാകണം. മൂന്നാമത്തെ കാര്യം, ലേൺ ദ ഖുർആൻ. നിങ്ങൾക്കൊക്കെ അറിയാം, ലേൺ ദ ഖുർആൻ. ഇവിടെയൊക്കെ പുസ്തകങ്ങളുണ്ട്, പുറത്ത് അതിൻ്റെ കൗണ്ടറുണ്ട്. ഇൻഷാ അല്ലാഹ് പുസ്തകങ്ങൾ കിട്ടും. അതിൻ്റെ എക്സാം അടുത്ത ഞായറാഴ്ചയാണ് എന്നതിൻ്റെ അതുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. 12-ാം തീയതി, നവംബർ 12-ാം തീയതി അടുത്ത ഞായറാഴ്ചയാണ്. എല്ലാവരും അതിൽ ഭാഗവാക്കാകണം. ഇത് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. അള്ളാഹുവിൻ്റെ കലാം പഠിക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. ആ കലാം പഠിച്ചിട്ട് അത് പരീക്ഷ എഴുതാനുള്ള എല്ലാവരും അതിലെന്താക്കണം, ഭാഗവാക്കാകണം. അതിന് വേണ്ട പുസ്തകങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പുറത്ത് നിങ്ങൾക്ക് തരും. അങ്ങനെ അതിൽ നിങ്ങൾ വിജയിക്കണം. വിജയിച്ചാൽ നിങ്ങൾ ഒരുപാട് അറിവുകൾ നിങ്ങൾ കിട്ടുന്നു എന്ന് മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നു. അതിന് പുറമെ വലിയ വലിയ സമ്മാനങ്ങളൊക്കെ അതിനവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഉംറ ചെയ്യാനും മറ്റുമുള്ള അവസരങ്ങളൊക്കെ. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായ നിലക്ക്, ഭംഗിയായ നിലക്ക് അല്ലാഹു തആല പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.